സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. KG's Jewelry, കോട്ടയം കട, since 1950. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. നമസ്കാരം, സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനാതിർത്തിയിൽ നിന്നും പുറത്തു വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകണം, ഡീൻ കുര്യാക്കോസ് MP. വേനൽ കനക്കുന്നതോടെ വനം വകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിംഗിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റമെല്ലാം പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. വിശദമായ വാർത്തകളിലേക്ക്. വനാതിർത്തിയിൽ നിന്നും പുറത്തു വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകണം, ഡീൻ കുര്യാക്കോസ് MP. വനാതിർത്തിയിൽ നിന്നും പുറത്തു കടന്ന് മനുഷ്യനെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി നൽകണമെന്ന ഡീൻ കുര്യാക്കോസ് MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. വനാതിർത്തിയിൽ നിന്നും പുറത്തു കടന്ന് മനുഷ്യനെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി നൽകണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1250 ആളുകൾ കേരളത്തിൽ തന്നെ കൊല്ലപ്പെട്ടു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ മാസം 20 ദിവസത്തിനുള്ളിൽ 5 പേർ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടു. ഇത് സംബന്ധിച്ച് 2 സർക്കാരുകളും പരസ്പരം പഴിപറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ നിരന്തരമായി പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ചുമതല സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്നാണ്. അതോടൊപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഏത് മൃഗത്തെയും കൊല്ലാൻ അനുമതി നൽകാവുന്നതാണെന്നാണ്. എന്നാൽ സംസ്ഥാനം പറയുന്നത് നിയമത്തിന്റെ പരിഷ്കരണത്തിലൂടെ മാത്രമേ മൃഗങ്ങളെ കൊല്ലാൻ കഴിയുകയുള്ളൂ എന്നാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സംസ്ഥാന സർക്കാരിന്റെ നയമനുസരിച്ചും അനുമതി ലഭ്യമാക്കിയും മാത്രമേ മൃഗങ്ങളെ വകവരുത്താൻ അനുവദിക്കുകയുള്ളൂവെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. Can we imagine within a period of 10 years in Kerala alone, more than 1,250 people have been killed by due to human-animal conflicts. In my constituency alone, within a period of 20 days, 5 people have been killed by elephant attack. Sir, who is responsible? If we are asking question here, they will reply, state government is responsible for the life and protection of each people. But the state government will reply, central government has to amend the law, the Wildlife Protection Act 1972. Yes, we have to amend the 1972 Wildlife Protection Act. Sir, we have to get the permission to kill the animal, whatever is coming out from forest and attacking the human life and farmlands. വനത്തിന് പുറത്ത് കടന്ന് മനുഷ്യജീവന് ഭീഷണി സൃഷ്ടിക്കുന്ന ഏത് മൃഗമാണെങ്കിലും അവയെ കൊല്ലാനുള്ള അനുമതി എല്ലാവർക്കും നൽകണമെന്നും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അമേരിക്ക, ഓസ്ട്രേലിയ, ചൈന, കാനഡ തുടങ്ങിയിടങ്ങളിൽ നായാട്ട് നിശ്ചിത സമയത്ത് അനുവദനീയമാണ് എന്നതുപോലെ നമ്മുടെ രാജ്യത്തും ഓരോ വനത്തിൻ്റെയും ശേഷിക്കപ്പുറത്തുള്ള മൃഗങ്ങളുടെ എണ്ണം പെരുകിയാൽ അവയെ കൊല്ലാനുള്ള അനുമതി പ്രാബല്യത്തിൽ വരണം. ആ നിലയിൽ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, രാജാക്കാട്. വേനൽ കനക്കുന്നതോടെ വനം വകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിംഗിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് അശാസ്ത്രീയമാണെന്നാണ് ഗ്രീൻ കെയർ കേരളയുടെ ആക്ഷേപം. പുല്ലും കരികിലുകളും മറ്റും നിറഞ്ഞ ഭാഗത്ത് നടത്തുന്ന കൺട്രോൾ ബേണിംഗ് പലപ്പോഴും ആ ഭാഗത്തെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്നും പരിസ്ഥിതി സംഘടന ആരോപിക്കുന്നു. വേനൽ കനക്കുന്നതോടെ ജനവാസ മേഖലകളിലും വനമേഖലകളിലും തീ പടരാറുണ്ട്.
ആളുകളുടെ അശ്രദ്ധമായ ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ കാട്ടുതീ പടർന്നു പിടിക്കാറ്. വേനൽക്കാലങ്ങളിൽ വനം വകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിങ്ങിനെതിരെയാണിപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കാട്ടുതീ തടയാൻ എന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് അശാസ്ത്രീയമാണെന്നും പുൽമേടുകളിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് പലപ്പോഴും ആ ഭാഗത്തെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. കടുത്ത വേനലാകുമ്പോൾ എല്ലാ വർഷവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ബേണിംഗ് എന്നൊരു ഫയറിംഗ് നടത്താറുണ്ട്. ഇത് ശരിക്കും ഉൾവനത്തിൽ അതുപോലെ ജനവാസ മേഖലയും വനവും ചേർന്ന പ്രദേശത്ത് ഇവർ ഈ തീ ഇടുമ്പോൾ ആളുകളുടെ കൃഷിയിടത്തിലേക്ക് ഈ തീ പടരുകയും അവരുടെ നിരവധി വിളകൾ നശിച്ചു പോവുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ നിരവധിയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. അതുപോലെ ഈ കൺട്രോൾ ബേണിംഗ് എന്ന ഈ തീയിടൽ പ്രക്രിയ മൂലം വനത്തിനുള്ളിൽ ഉരകജീവികൾ, പാമ്പ്, അതുപോലെ കരയാമ, പക്ഷികളുടെ മുട്ടയടക്കം പക്ഷികളും അനേകം പക്ഷികളും അപൂർവ ഇനം സ്പീഷീസുകളും ഇതിനോടൊപ്പം വെന്തുവെണ്ടിയാകുകയാണ് ചെയ്യുന്നത്. പുൽമേടുകളെയും മറ്റും സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന കൺട്രോൾ ബേണിംഗ് രീതി ഒഴിവാക്കണമെന്നും വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും നഷ്ടപരിഹാര തുക കാലതാമസമില്ലാതെ നൽകാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തണമെന്നും ഗ്രീൻ കെയർ കേരള ആവശ്യമുന്നയിക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റമെല്ലാം പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. നേതാക്കൾക്കൊപ്പം പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പ്രദേശത്തെ നിരോധനാജ്ഞ മൂലം പ്രതിസന്ധിയിലായ സാഹചര്യം പരിഹരിക്കണമെന്നും വർഗീസ്. ഇടുക്കി ജില്ലയിൽ യാതൊരുവിധ കയ്യേറ്റങ്ങളെയും BJP സംരക്ഷിക്കില്ല. പതിറ്റാണ്ടുകളായി കർഷകന്റെ കൈവശമിരിക്കുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് ഒഴിപ്പിക്കുവാനും അനുവദിക്കുകയില്ല. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണം. 20 അടി ഉയരമുള്ള കുരിശ് ഒരു ദിവസം കൊണ്ട് മുളച്ചു വന്നതല്ല, ദിവസങ്ങളെടുത്ത് നിർമ്മിച്ചതാണ്. ഇതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും അത് നിർമ്മിച്ച കയ്യേറ്റക്കാരനെതിരെയും നടപടി വേണമെന്നും BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ആവശ്യപ്പെട്ടു. ഈ പീരുമേടിൻ്റെ മണ്ണിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് ഇവിടെ MLA ആയിട്ടുള്ളത് CPIയുടെ MLAമാരാണ്. അതുപോലെ തന്നെ 8 വർഷമായിട്ട് CPM കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ ഈ CPIയും CPMും ഭരണകക്ഷിയുടെ ഭാഗങ്ങളായിട്ടുള്ള ഇവരുടെ 2 പേരുടെയും ഒത്താശയോട് കൂടിയാണ് ഇവിടുത്തെ കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളത്. അത് ഇടുക്കി ജില്ലയിൽ ഒരുപക്ഷെ പരുന്തുംപാറ മാത്രമല്ല, വാഗമണിലെയും കയ്യേറ്റങ്ങൾക്ക് ഈ ഇരു മുന്നണികളുടെയും ഭരിക്കുന്ന 2 പാർട്ടികൾ, അത് CPMും CPIയും ഒരുപോലെ അതിനെ ഒത്താശ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ താമസം കൂടാതെ കേസെടുക്കണം. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ പുനഃപരിശോധിക്കണം. കാരണം കളക്ടറുടെ നടപടി സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു. നിർധന കുടുംബങ്ങളിൽ പലരും ഭീതിയിലാണ്. റവന്യൂ ഭൂമിയിലും വനഭൂമിയിലും കയ്യേറ്റം നടത്തുന്നതിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ചില അഴിമതിക്കാരെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട്. ഇത്തരക്കാർക്കെതിരെയും നടപടിയെടുക്കുവാൻ സർക്കാരിന് കഴിയണം. കാലാകാലങ്ങളായി വലതുപക്ഷവും ഇടതുപക്ഷവുമാണ് പീരുമേട്ടിലെ ജനപ്രതിനിധികൾ. കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതാണ് വ്യാപക കയ്യേറ്റമുണ്ടാകുവാൻ കാരണമെന്നും VC വർഗീസ് പറഞ്ഞു. സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയും കയ്യേറ്റക്കാർക്കുണ്ട്. അവരുടെ തണലിലാണ് ജില്ലയിലെ എല്ലാ കയ്യേറ്റങ്ങളും നടക്കുന്നത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസിനൊപ്പം ജില്ലാ വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ, യുവമോർച്ച മുൻ ജില്ലാ സെക്രട്ടറി സ്റ്റാലിൻ എന്നിവരും പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു. സിറ്റി വിഷൻ, പീരുമേട്. ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. റോഡിന് സമീപമുള്ള കട്ടിങ്ങിൽ നിന്നും 20 അടിയിലധികം താഴ്ചയിലേക്ക് വീണ് കിടക്കുന്ന നിലയിലാണ് യുവാവിന്റെ മൃതദേഹം. ചെമ്മണ്ണാർ പള്ളിക്കുന്ന് സ്വദേശി തടത്തിപ്ലാക്കൽ ബിനു എന്ന് വിളിക്കുന്ന ജോൺസനാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഏലത്തോട്ടത്തിൽ ജോൺസന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി വൈകിയും വീട്ടിൽ ഇയാൾ എത്താതിരുന്നതിനെ തുടർന്ന് സഹോദരങ്ങൾ ഫോൺ വിളിച്ചെങ്കിലും എടുത്തിരുന്നില്ല. ബന്ധുവീട്ടിൽ പോയിരിക്കാമെന്നായിരുന്നു ബന്ധുക്കൾ വിചാരിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ പള്ളിക്കുന്നിലുള്ള തന്റെ കട തുറക്കുന്നതിനായി പോയപ്പോൾ റോഡരികിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് താഴ്ചയിൽ ചെടികൾക്കിടയിൽ ജോൺസൺ കിടക്കുന്നത് കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ജോൺസന്റെ അടുത്തെത്തിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് ഉടുമ്പൻചോല പോലീസിന് വിവരം അറിയിച്ചു.
പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. റോഡിൽ നിന്നും കാൽ വഴുതി താഴ്ചയിലേക്ക് പതിച്ചത് ആകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുഖത്തും കൈകളിലും പരിക്കുകളുണ്ട്. ഇത് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സിറ്റി വിഷൻ, രാജാക്കാട്. സംസ്ഥാന സർക്കാരിന്റെ സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി രാജകുമാരി പഞ്ചായത്തിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ഹരിതകർമ്മസേനാംഗങ്ങൾ വഴി ശേഖരിക്കുന്ന അജൈവ മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് നൽകും. ഒരാഴ്ചയായി ഏകദേശം 3 ടൺ അജൈവ മാലിന്യമാണ് നാളിതുവരെ ശേഖരിച്ചത്. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമാണ്. അന്നേ ദിവസം സംസ്ഥാനത്ത് സീറോ വേസ്റ്റ് പ്രഖ്യാപനം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തികൾ നടന്നു വരികയാണ്. പൊതു ഇടങ്ങളിലെയും വീടുകളിലെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴി ശേഖരിച്ച് നാടും നഗരവും വൃത്തിയാക്കുന്ന തിരക്കിലാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തും. സംസ്ഥാന സർക്കാരിന്റെ സീറോ വേസ്റ്റ് പ്രഖ്യാപനത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയാണ്. ഇങ്ങനെ ശേഖരിച്ച മാലിന്യങ്ങൾ ഗ്രീൻ വാംസ് എന്ന സ്വകാര്യ കമ്പനിക്കും ക്ലീൻ കേരള കമ്പനിക്കും നൽകും. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ സീറോ വേസ്റ്റ് പഞ്ചായത്താക്കി മാറ്റുന്ന, അതായത് ക്ലീൻ രാജകുമാരി ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് മെഗാ ക്ലീൻ ഡ്രൈവ് മാർച്ച് 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മെഗാ ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ വേസ്റ്റുകളും വീടുകളിൽ അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലൊക്കെയുള്ള മുഴുവൻ മാലിന്യങ്ങളെയും നീക്കം ചെയ്തുകൊണ്ട് ഈ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ള ഗ്രീൻ വാംസ് എന്ന് പറയുന്ന കമ്പനിക്ക് കൂടി കൈമാറിക്കൊണ്ട് രാജകുമാരി പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇത്തരത്തിൽ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും പിന്നീട് വിവിധ ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ ഇറക്കുകയാണ് കമ്പനി ലക്ഷ്യം. ഇന്നുവരെ രാജകുമാരി പഞ്ചായത്തിൽ ഏകദേശം 3 ടണ്ണോളം അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ഇടവേള. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ വിത്ത് KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. വാഹനം കത്തിക്കാൻ ശ്രമിച്ചതായി പരാതി. ഇടുക്കി രാജകുമാരി വില്ലേജ് ഓഫീസ് സമീപത്താണ് സംഭവം. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് സാമൂഹ്യവിരുദ്ധർ തീയിടാൻ ശ്രമിച്ചു എന്നാണ് പരാതി. രാജകുമാരിയിലെ വ്യാപാരിയായ കൊല്ലാർമാലി ജോയിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കാണ് തീയിടാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ജോയി രാജാക്കാട് പോലീസിൽ പരാതി നൽകി. രാജകുമാരി വില്ലേജ് ഓഫീസ് പരിസരത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമെന്ന പരാതി. കഴിഞ്ഞ ദിവസം ഇവിടെ വീട്ടുമുറ്റത്തെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് സമീപം കരിയിലകളും മാലിന്യവും കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ലോറി ഉടമയായ വ്യാപാരി രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എൻ്റെ ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന ലോറിയുടെ അടിയിൽ കുറച്ച് ചപ്പുകളും കടലാസും മറ്റുള്ള ഐറ്റംസുകൾ, തീ പെട്ടെന്ന് കത്താൻ പറ്റുന്ന ഐറ്റംസുകൾ, അതായത് ചപ്പുകളെല്ലാം വാരി കൂട്ടി വെച്ചതിന് ശേഷം എൻ്റെ ലോറിയുടെ അടിയിൽ തീ കത്തിക്കണം കണ്ടു. അപ്പോൾ ഈ തീ കത്തുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വെള്ളം ഇവിടെ നിന്ന് കടയിലേക്ക് വെള്ളം അടിക്കുന്നതായിരുന്നു. അപ്പോൾ ആ വെള്ളം തിരിക്കാണ്ട് വന്നപ്പോൾ തീ കത്തുന്ന പെണ്ണും ഭാര്യ പോയി നോക്കിയപ്പോൾ വണ്ടിയുടെ ഇടയിൽ തീ എത്തിയപ്പോൾ എന്നെ പെട്ടെന്ന് അറിയിക്കുകയും ഞാൻ ഓടി വന്ന് തീ കടത്തിയതിന് ശേഷം നോക്കിയപ്പോൾ ഇത് ആരാണെന്നുള്ളതായിരുന്നു നമ്മൾ CC ക്യാമറ നോക്കി കണ്ടുപിടിക്കാനിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നോക്കി കഴിഞ്ഞ് തീ കടത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ രാജാക്കാട് സർക്കിൾ ഇൻസ്പെക്ടറെ അറിയിക്കും. ബുധനാഴ്ച വൈകുന്നേരം 7-നാണ് സംഭവം. കൊല്ലാർമാലിൽ ജോയിയുടെ വീടിന് മുന്നിലുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് സമീപമാണ് കരിയിലയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൂട്ടിയിട്ട് തീ കത്തിക്കാൻ ഒരാൾ ശ്രമിച്ചത്. വീട്ടുമുറ്റത്ത് പുകയിരുന്നത് കണ്ട് ജോയിയുടെ ഭാര്യ ജോലിക്കാരെ വിളിച്ച് തീ അണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. 4 വർഷം മുൻപ് ജോയിയുടെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന ഏലം സ്റ്റോറിന് ദുരൂഹ സാഹചര്യത്തിൽ തീ പിടിച്ചിരുന്നു. 400 കിലോഗ്രാം ഉണക്ക ഏലക്കയാണ് അന്ന് കത്തി നശിച്ചത്. ജോയിയുടെ വീടിന് നാശനഷ്ടം സംഭവിച്ചിരുന്നു. നാട്ടുകാരിടപെട്ട് തീ അണച്ചതുകൊണ്ടാണ് അന്നും ദുരന്തമൊഴിവായത്.
രണ്ടാഴ്ച മുൻപ് ജോയിയുടെ വീടിന്റെ മുൻഭാഗത്തു കൂടി കടന്നു പോകുന്ന റോഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനവും ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു. രാജകുമാരി വില്ലേജ് ഓഫീസിന്റെ പിൻഭാഗത്തേക്കും തീ പടർന്നിരുന്നു. ജോയിയും കൂടെയുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളും ചേർന്നാണ് അന്നും തീയണച്ചത്. ബുധനാഴ്ച വീടിന് സമീപം തീയിട്ടയാളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ജോയി പറയുന്നത്. സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. 2 കിലോയിലധികം കഞ്ചാവുമായി 19കാരൻ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിലായി. രാജക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. യുവാവിന്റെ പക്കൽ നിന്നും 2 കിലോ 50 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ മനു VPയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 കിലോയിലധികം കഞ്ചാവുമായി 19കാരനെ പിടികൂടിയത്. രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് പിടിയിലായത്. യുവാവിന്റെ പക്കൽ നിന്നും 2 കിലോ 50 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. അയൽ സംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂരിൽ എത്തിച്ചു നൽകുന്ന കഞ്ചാവ് വാങ്ങി രാജാക്കാട് മേഖലയിൽ ചില്ലറ വിൽപ്പന നടത്തുകയാണ് പ്രതിയുടെ രീതിയെന്നാണ് നാർക്കോട്ടിക് സംഘം നൽകുന്ന വിവരം. പെരുമ്പാവൂരിൽ നിന്ന് രാജാക്കാട്ടിലേക്ക് വരുന്ന വഴി മധ്യ അടിമാലി ഇരുമ്പ് പാലത്തിന് സമീപം വെച്ചാണ് ഇയാൾ പിടിയിലായത്. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. കഴിഞ്ഞ കുറച്ച് നാളുകളായി യുവാവ് നാർക്കോട്ടിക് സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അഷറഫ് KM, ദിലീപ് NK, പ്രിവന്റീവ് ഓഫീസർ ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് ഷാൻ, ബിബിൻ ജെയിംസ്, സുബിൻ P വർഗീസ്, സിവിൽ എക്സൈസ് ഓഫീസർ നിതിൻ ജോണി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യുവാവ് ചാരായ കേസിലും അറസ്റ്റിലായി. കൂട്ടാർ പൂക്കുളത്ത് അമൽരാജനാണ് ഉടുമ്പൻചോല എക്സൈസിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ റേഞ്ച് സംഘം കൂട്ടാർ ഭാഗത്ത് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. 2 ലിറ്റർ ചാരായം 27 വയസ്സുകാരനായ അമൽരാജിന്റെ പക്കൽ നിന്നും കണ്ടെടുത്തു. അമൽരാജിനെതിരെ എക്സൈസ് വകുപ്പ് ഈ മാസം തന്നെ മറ്റൊരു കഞ്ചാവ് കേസ് എടുത്തിരുന്നു. ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ചാരായ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നത്. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലും മുമ്പ് കഞ്ചാവ് കേസുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ജയിലിലും കഴിഞ്ഞിട്ടുള്ളതായി എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഈ യുവാവ് എന്നാണ് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത്. സംഘത്തിലെ മറ്റുള്ളവരും എക്സൈസ് നിരീക്ഷണത്തിലാണ്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മൻ, ഉദ്യോഗസ്ഥരായ J പ്രകാശ്, KS അനൂപ്, അരുൺ മുരളീധരൻ, മായ S എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. സംസ്ഥാനത്തെ മികച്ച അംഗനവാടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 86-ാം നമ്പർ അംഗനവാടി. അംഗനവാടിയുടെ പ്രവർത്തന നിലവാരവും പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള മികവും കണക്കിലെടുത്താണ് മികച്ച അംഗനവാടിക്കുള്ള പുരസ്കാരം നൽകിയത്. 14 ജില്ലകളിൽ നിന്നും ഓരോ അംഗനവാടികളെയാണ് ശിശുക്ഷേമ വകുപ്പ് തെരഞ്ഞെടുത്തത്. കുട്ടികളെല്ലാം അതീവ സന്തോഷത്തിലാണ്. അവരുടെ ഈ സന്തോഷം തന്നെയാണ് സംസ്ഥാനത്തെ തന്നെ മികച്ച അംഗനവാടിയായി കൂട്ടാർ അംഗനവാടിയെ തിരഞ്ഞെടുക്കുവാനും കാരണം. കുട്ടികളുടെ സന്തോഷം ഊട്ടിയുറപ്പിക്കുന്നതിനായി മികച്ച പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. അംഗനവാടിയുടെ പരിധിയിലെ മുഴുവൻ കുട്ടികളും ഇവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് അംഗനവാടിയെ ശ്രദ്ധേയമാക്കുന്നത്. 21 കുട്ടികളാണ് അംഗനവാടിയിൽ ഇപ്പോൾ ഉള്ളത്. പ്രീ സ്കൂൾ ടീച്ചർ, എയ്ഡ്സ്, വർണ്ണക്കൂട്, കൗമാര ക്ലബ്ബ്, ALMC മീറ്റിങ്ങുകൾ, അമ്മമാരുടെ മീറ്റിംഗ്, 25ലധികം രജിസ്റ്റർ, മാസാമാസം അപ്ഡേഷൻ നടത്തുന്നു എന്നിവയൊക്കെയാണ് അവാർഡിലേക്ക് അംഗനവാടിയെ തിരഞ്ഞെടുക്കുവാൻ കാരണമായത്. ടീച്ചറായ ലളിതാമോൾ KT, ഹെൽപ്പർ ദിവ്യാമോൾ D എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഭൗതിക സാഹചര്യം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് SBIയിൽ നിന്ന് കഴിഞ്ഞ വർഷം പിന്നെ പെയിന്റിങ് കുറേ സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ തന്നെ ICDS ഓഫീസിൽ നിന്ന് സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കുട്ടികളെ നോക്കുന്നതും അവർക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുന്നതും ഞങ്ങളുടേതായ പ്രവർത്തനങ്ങളെല്ലാം സമയാസമയങ്ങളിൽ ചെയ്തു തീർക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്.
കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന 86-ാം നമ്പർ അംഗനവാടിയിലേക്ക് എല്ലാവിധ പിന്തുണയുമായി ഗ്രാമപഞ്ചായത്തും വിവിധ ഏജൻസികളും രക്ഷകർത്താക്കളും എന്നും ഒപ്പമുണ്ട്. സ്മാർട്ട് അംഗനവാടിയായി ഉയർത്തിയതിനു ശേഷം കൂട്ടായ പ്രവർത്തനമാണ് നേട്ടത്തിന് കാരണമായതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജയ്മോൻ നെടുവേലിയും പറഞ്ഞു. എന്തായാലും ഈ അവാർഡ് ലഭിക്കുന്നതിനായി നമ്മുടെ അംഗൻവാടിയിലെ ടീച്ചർ ലളിതമോ ടീച്ചർ വളരെയധികം ഹെൽപ്പറും വളരെയധികം കഷ്ടപ്പെടുകയും കുട്ടികളെയൊക്കെ എനിക്കറിയാം, ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ മാതാപിതാക്കളുടെ സഹകരണമുണ്ട്. മുമ്പ് നിരവധി അംഗീകാരങ്ങൾ ഈ അംഗനവാടിയെ തേടി എത്തിയിട്ടുണ്ട്. കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് അംഗനവാടി ജീവനക്കാരും രക്ഷിതാക്കളും. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനാതിർത്തിയിൽ നിന്നും പുറത്തു വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകണം. ഡീൻ കുര്യാക്കോസ് MP. വേനൽ കനക്കുന്നതോടെ വനം വകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിംഗിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റമെല്ലാം പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമാ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.